പ്രഖ്യാപിക്കാനുള്ള വഴിയില്ല, പ്രൊവിഷനില്ല എന്ന് കേന്ദ്രം പറഞ്ഞു എന്നാണ് ശ്രീ നിത്യാനന്ദ റായിയുടെ കത്തിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ദേശീയ ദുരന്തം? ഇതിനു മുൻപ് ദേശീയ ദുരന്തമായിട്ട് ഏതെങ്കിലും ദുരന്തത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? UPA സർക്കാരാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം കൊണ്ടുവന്നത്. ആ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ എവിടെയാണ് ദേശീയ ദുരന്തമായിട്ട് ഏതെങ്കിലും ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ഉള്ള വിശദീകരണം നൽകിയിട്ടുള്ളത്? ഏത് ദേശീയ ദുരന്തത്തെയാണ് അല്ലെങ്കിൽ ഏത് പ്രകൃതിക്ഷോഭത്തെയാണ് UPA സർക്കാരിൻ്റെ 10 വർഷക്കാലത്തിനിടയിൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത്? 2013 ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 6/8/2013 ഓഗസ്റ്റ് 6 പാർലമെൻറ്റിൽ ശ്രീ PC മോഹൻ്റെ ചോദ്യത്തിന് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യന് ഉത്തരമായിട്ട് നൽകിയിട്ടുള്ള മറുപടി, ആ മറുപടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊടുത്തിരിക്കുന്ന ഉത്തരം, ആ ഉത്തരത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ശ്രീ നിത്യാനന്ദ റായി അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വാചകമാണ്. ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് ദർ ഈസ് നോ പ്രൊവിഷൻ ടു ഡിക്ലെയർ എ നാച്ചുറൽ ഡിസാസ്റ്റർ ആസ് എ നാഷണൽ ഡിസാസ്റ്റർ ഇൻ ദ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ അതേ ഉത്തരം നിത്യാനന്ദ റായി 10 വർഷം കഴിഞ്ഞതിന് ശേഷം പറയുമ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ദേശീയ ദുരന്തമായിട്ട് കേന്ദ്രം പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് എന്തോ തെറ്റ് സംഭവിച്ചു. ഇപ്പോൾ KC വേണുഗോപാൽ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ്, KV തോമസ് ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ്. അപ്പോൾ ആ മന്ത്രിസഭയിൽ നിങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അന്നത്തെ ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി, ഇതേ കാര്യം പറഞ്ഞപ്പോൾ ആ കാര്യം അന്ന് നിങ്ങൾ എന്താ എതിർക്കാതിരുന്നത്? അന്ന് നിങ്ങൾ ഈ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. അത് നിങ്ങൾക്കിപ്പോൾ ഓർമ്മയില്ലാത്തതാണോ, അതോ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണോ? KV തോമസ് പാർട്ടി മാറിയിട്ടുണ്ടാവും, പക്ഷേ തലച്ചോറ് മാറിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി